മലയാളി കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കത്തോരനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ചക്കത്തോരൻ ഉണ്ടാക്കാനായിട്ട് ചക്ക ചെറുതായി അരിഞ്ഞ് കഴുകി പ്ലേറ്റിലാക്കി വെച്ചിട്ടുള്ളതാണിത്. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു വലിയ ഫുള്ളായിട്ടൊരു ഉള്ളി വെളുത്തുള്ളി വേണം. അത്ര വെളുത്തുള്ളിയും 10 അല്ലി ചുവന്നുള്ളിയും ചതച്ചതാണിത്. കുറച്ച് വേപ്പില വേണം. പിന്നെ അരമുറി നാളികേരം ചിരകിയത് വേണം. മുളക് പൊടി വേണം, ഉപ്പ് വേണം, കടുക് വേണം. ഇനി നമുക്ക് കുക്കറിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ചക്ക ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു സ്പൂണ് ഉപ്പിടാം. ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് നമുക്ക് തീ കത്തിച്ച് ഒരു വിസിൽ മതി. ചക്കയ്ക്ക് ഒരു വിസിൽ വരുത്താം. ഇനി നമുക്ക് ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് നേരമായി എയർ കളഞ്ഞിട്ട് നമുക്ക് കുക്കർ തുറക്കാം. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഞാനിതിൽ 3/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. വെള്ളമൊക്കെ പാകമാണ്. വെള്ളം കൂടാനൊന്നും അധികം ഇല്ല. എന്നാലും നമുക്ക് വെള്ളം അധികം ഉണ്ടെങ്കിൽ നമുക്ക് ഞാനൊരു പാത്രം അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ വെള്ളം ഊറ്റിക്കളയാം. ബാക്കിയുള്ള വെള്ളം ഊറ്റിക്കളയാം ഉണ്ടെങ്കിൽ. നമുക്ക് ചക്ക കടുക് വറുക്കാനായിട്ട് പാത്രം വയ്ക്കാം. അടുപ്പ് കത്തിക്കാം. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് ഇട്ട് കൊടുക്കാം. വേപ്പിലിടാം. ഇനിയിപ്പോൾ ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം. നാളികേരം കുറച്ച് നേരം വഴറ്റണം. ഇതിലേക്ക് ഒരു സ്പൂണ് നിറച്ച്, ചെറിയൊരു സ്പൂണാണ് ഇതുകൊണ്ട് നിറച്ച് ഒരു സ്പൂണ് മുളക് പൊടി ഇടാം. നമുക്ക് ചക്ക ചെരിഞ്ഞ് കൊടുക്കാം. നന്നായി ഇളക്കാം. നമ്മുടെ ചക്കത്തോരൻ തയ്യാറായി.
ഇത് വളരെ ടേസ്റ്റിയായ ഒരു ചക്കത്തോരനാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക. പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.